അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായം സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു അബസയിലെ 16 ആയത്തുകൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ അധ്യായം മക്കിയായ സൂറത്താണ്. അധ്യായം അവതീർണമാകാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ അവതരണ പശ്ചാത്തലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ മനുഷ്യനുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ചു വന്ന വ്യക്തിയെ പരിഗണിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സമയം കൊടുക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടുക ഉപദേശം സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന വ്യക്തിക്കാണ് എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആളുകൾക്കൊരു ഉത്ബോധനമാണ്. ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു മാർഗദർശനമാണ്. ആ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് ഫീ സുഹ്ഫിൻ മുകറമ, മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് ആ ഖുർആൻ ഉള്ളത്. മർഫൂഅത്തിൻ മുതഹറ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിലാണ്. ബിഐദി സഫറ, ചില വാഹകന്മാരുടെ കൈക്കാണ് ആ ഖുർആൻ ഈ ലോകത്തേക്ക് എത്തിച്ചേർന്നത്. കിറാമിൻ ബററ, മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകരുടെ അവരിലൂടെയാണ് ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്, നമുക്ക് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സൂറത്തു അബസയിലെ 17-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കാൻ ആരംഭിക്കുന്നത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. വളരെ ചെറിയ പദങ്ങളാണ്. ഇതിലെ പദങ്ങളൊക്കെ നമുക്ക് അർത്ഥമറിയാവുന്ന പദങ്ങളാണ്. ഖുതില, ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു. ഖുതില, കൊല്ലപ്പെടട്ടെ. അൽ ഇൻസാൻ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മാ അക്ഫറ, കുഫ്ർ എന്ന് പറഞ്ഞാൽ നിഷേധമെന്നാണ്. കാഫിർ, നിഷേധി അല്ലേ. മാ അക്ഫറ, അവനെ നന്ദി കേട് വരുത്താൻ ഇടയാക്കിയത് എന്താണ്? നമുക്കതിൻ്റെ ആശയം പറയുമ്പോൾ മനസ്സിലാകും. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ കൊല്ലപ്പെടട്ടെ. എന്താണ് നമുക്ക് വിശദീകരിക്കാം. എന്താണവൻ ഇത്ര നന്ദി കെട്ടവനായത്? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ കൊല്ലപ്പെടട്ടെ. എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനായത്? നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ തൊട്ടു മുകളിലുള്ള ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അത് മാന്യന്മാരായ മലക്കുകളിലൂടെയാണ്
നമുക്ക് ലഭിച്ചത് അത് പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിലാണ് ആ ഖുർആൻ ഉള്ളത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മനുഷ്യൻ കൊല്ലപ്പെടട്ടെ. ഇവിടെ ഖുത്തില എന്ന് പറഞ്ഞാൽ, ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ എന്ന് പറഞ്ഞാൽ ഇമാം ലഹാഖ് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഖുത്തിലൽ ഇൻസാനു മഅന ലുഇനൽ ഇൻസാൻ. ലുഇനൽ ഇൻസാൻ എന്താണ് അർത്ഥം? അവിടെ കൊല്ലപ്പെടട്ടെ എന്നല്ല, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ലുഇന എന്നാണ്, ശപിക്കപ്പെടട്ടെ എന്നാണ്. ശപിക്കപ്പെടട്ടെ. അപ്പം എന്താ അർത്ഥം? എന്താ? ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ. ഖുത്തിലൽ ഇൻസാനു മനുഷ്യൻ ശപിക്കപ്പെടലെ, നാശമടയട്ടെ. എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനായത്? അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ ശപിക്കപ്പെട്ടു, അവൻ നന്ദി കെട്ടവനായതുകൊണ്ട്. എല്ലാ മനുഷ്യന്മാരും ശപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആരാണ് അതിൽ നിന്ന് ഒഴിവുള്ളതാരാ? അതാണ് അവസാനം പറഞ്ഞ മാ അക്ഫറ. അവൻ നന്ദി കെട്ടവനായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ നന്ദികേട് കാണിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരായ ആളുകൾ. മനസ്സിലായി? അള്ളാഹു പറയാണ് മനുഷ്യർ ശപിക്കപ്പെടലിൽ നാശമടയട്ടെ. എന്തുകൊണ്ട്? അവരെന്തുകൊണ്ടാണ് ഇത്ര നന്ദി കെട്ടവരായത്? അപ്പം നന്ദികേട് കാണിച്ച ആളുകൾ, അവർക്ക് നാശമുണ്ടാകട്ടെ, അവർ നാശമടയട്ടെ, അല്ലെങ്കിൽ ശപിക്കപ്പെടട്ടെ എന്നാണ്. അവരെ എന്തുകൊണ്ടാണ് ശപിക്കുന്നത്? മാ അക്ഫറ മാ അശദ്ദ കുഫ്റഹു, അവരുടെ നിഷേധം കാരണമാണ്. അവർ കഠിനമായി നിഷേധിക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? അപ്പം അവരുടെ മുമ്പിൽ ഖുർആനുണ്ട്, ദൈവീകമാണ് എന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഖുർആൻ അവരുടെ മുമ്പിലുണ്ട്. ആ ഖുർആനിനെ സ്വീകരിക്കാതെ, ആ ഖുർആനിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതിനെ നിഷേധിക്കുകയാണ് അവർ. ഖുർആനിൽ പറയുന്ന പരലോകം, അതേപോലെ തന്നെ റിസാലത്ത്, തൗഹീദ്, ഇതെല്ലാം നിരാകരിക്കുകയാണ്, നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. അവരുടെ ആ നിഷേധം കാരണം അവർ നാശമടയട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ നിഷേധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ മുഫസ്സിറുകൾ ചില ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയുടെ എതിർപക്ഷത്ത് നിന്നിരുന്ന ഏറ്റവും വലിയ ധിക്കാരിയാണ് അബൂജഹൽ. അല്ലേ? അബൂജഹൽ ശക്തനായ നിഷേധിയായിരുന്നു. നബിയെ നിഷേധിക്കുന്ന, ഇസ്ലാമിനെ നിഷേധിക്കുന്ന, വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ് അലൈഹാ തിസ്അത അശർ. അലൈഹാ തിസ്അത അശർ. എവിടെയാണ് ഇത് പറയുന്നത്? നരകത്തിൻ്റെ കാവൽക്കാരെ കുറിച്ച് പറയാണ്. നരകത്തിന് 19 കാവൽക്കാരുണ്ട്. 19 ആളുകൾ നരകത്തിൻ്റെ കാവൽക്കാരായിക്കൊണ്ടുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് അവതീർണമാകുമ്പോൾ ഈ ആയത്തിനെ കുറിച്ച് അബൂജഹൽ പറഞ്ഞത്, ആ കാവൽക്കാരിലെ 18 ആൾക്കാരെ ഞാൻ നോക്കിക്കോളാം. നരകത്തിൻ്റെ കാവൽക്കാരായ 19 ആളുകളിൽ 18 ആളുകളെ ഞാൻ നേരിട്ടോളാം, ഞാൻ അവരടിച്ച് ശരിയാക്കാം. അതിലെ ഒരാളെ ബാക്കി നിങ്ങളെല്ലാവരും കൂടെ നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാം. മുഹമ്മദ് പറയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നരകത്തിൻ്റെ കാവൽക്കാരായ 18 ആളുകളിൽ 19 ആളുകളിൽ 18 ആൾ ഞാൻ ശരിയാക്കും. ബാക്കി ഒരാളെ നിങ്ങളെല്ലാവരും, ബാക്കിയുള്ള ഖുറൈശികളിലെ മുശ്രിക്കുകളായ ആൾക്കാർ, അവരെല്ലാവരും കൂടെ നോക്കിയാൽ മതി. എന്നാൽ നമുക്ക് നരകത്തിന് രക്ഷപ്പെട്ടു പോരാമെന്ന് പറഞ്ഞു പരിഹസിച്ചിരുന്നു, നിഷേധിച്ചിരുന്നു. അതവരുടെ നിഷേധത്തിൻ്റെ ഊക്കായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ പഠിച്ചപ്പോൾ പറഞ്ഞു അസാതീറുൽ അവ്വലീൻ. അല്ലേ? വിശുദ്ധ ഖുർആനിനെയും ഖുർആനിലെ ആയാത്തുകളെയും അവർ പരിഹസിച്ചു. വൈദാ തുത്ല അലൈഹി ആയാതുനാ ഖാലൂ ഖദ് സമിഅനാ വലൗ നശാ ഖാലൂ ഖദ് സമിഅനാ ലൗ നശാഉ ലഖുൽനാ മിത്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. നമ്മുടെ വചനങ്ങൾ അവർ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് അഥവാ ഖുർആൻ പോലെ ഞങ്ങളും പറയുമായിരുന്നു. പക്ഷേ ഈ ഖുർആൻ എന്താണ്? ഇത് പൂർവീകരുടെ പഴങ്കഥകളല്ലാതെ മറ്റൊന്നുമല്ല. ഖുർആനെ നിഷേധിക്കണം. ആ നിഷേധത്തിൻ്റെ ആഴം എത്രയാണ്? കഠിനമായ നിഷേധമാണ്. ആ നിഷേധം കാരണം എന്തു ചെയ്തു? അവർ നാശമടയട്ടെ, അവർ ശപിക്കട്ടെ, ശാപത്തിന് വിധേയരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയണം. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ. ഈ ആയത്ത് നമ്മൾ പഠിച്ചു. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ. മനുഷ്യൻ അവൻ നാശമടയട്ടെ, അവൻ്റെ കുഫ്ർ കാരണം, നിഷേധം കാരണം,
എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിഷേധിയായത്? എന്നല്ല പറയാണ്, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് അർത്ഥം. മിൻ അയ്യി ഷൈഇൻ എന്ന് ഏതൊരു വസ്തുവിൽ നിന്നാണ്. മിൻ അയ്യി ഷൈഇൻ, ഷൈ എന്ന് പറഞ്ഞാൽ വസ്തു, അയ്യി ഏത്, മിൻ നിന്ന് ഏത് വസ്തു, ഏതൊരു വസ്തുവിൽ നിന്നാണ് ഖലഖഹു അവൻ അവനെ സൃഷ്ടിച്ചത്. ഖലഖ സൃഷ്ടിച്ചു, ഖലഖഹു അവനെ സൃഷ്ടിച്ചു, ഖലഖഹു അവൻ അവനെ സൃഷ്ടിച്ചത്. ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനോട് അല്ലാഹു ചോദിക്കാണ്, ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അവന്റെ സൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ചത്? ഇതാണ് ചോദ്യം. എന്നിട്ട് പറഞ്ഞു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. മിൻ നുത്ഫത്തിൻ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഖലഖഹു അവനെ സൃഷ്ടിച്ചു, ഫഖദ്ദറഹു എന്നിട്ട് അവനെ കണക്കാക്കി വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. മനുഷ്യനെ ചിന്തിപ്പിക്കാണ് പടച്ചോൻ. അല്ലാഹു പറഞ്ഞു ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ അവന്റെ നിഷേധം കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഇത്ര നിഷേധിയായത്? എന്നിട്ട് പറഞ്ഞു മിൻ അയ്യി ഷൈഇൻ ഖലഖ, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു ഏതൊരു വസ്തുവിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത്, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. എന്നിട്ട് പറഞ്ഞു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫ നുത്ഫയിൽ നിന്നാണ്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് ഖലഖഹു നാം അവനെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഫഖദ്ദറഹു അവൻ എന്ത് ചെയ്തു? അവനെ കണക്കാക്കി അവനെ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, ഐ മിൻ അയ്യി ഷൈഇൻ ഖലഖല്ലാഹു ഹാദൽ കാഫിറ ഫയതകബ്ബർ. നമ്മൾ പറഞ്ഞ അഹങ്കാരിയായ മനുഷ്യനുണ്ടല്ലോ, നിഷേധിയായ മനുഷ്യൻ, അവൻ നിഷേധിക്കണം, അവൻ തള്ളിക്കളയാണ്. അപ്പൊ അവനോടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ലയോ നിഷേധിയായ മനുഷ്യ, നിന്നെ ഏത് നിന്നാ സൃഷ്ടിച്ചത്? നിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലേ, നിന്റെ തുടക്കം എങ്ങനെയാണ്? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആ തുടക്കഘട്ടം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് തെറിച്ചു വരുന്ന, അറപ്പ് തോന്നുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം. ആദ്യം സിക്താണ്ഡം, പിന്നെ രക്തപിണ്ഡം, പിന്നെ മാംസപിണ്ഡം. അങ്ങനെ 120 ദിവസം പിന്നിട്ട ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന്റെ ജനനം നമുക്കറിയാം. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞു വളരെയാണ്. അതിൽ ആദ്യത്തെ 40 ദിവസം സിക്താണ്ഡമായും, അടുത്ത 40 ദിവസം രക്തപിണ്ഡമായും, അടുത്ത 40 ദിവസം മാംസപിണ്ഡമായും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ ثم خلقنا النطفة علقة فخلقنا العلقة مضغة എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അങ്ങനെ 120ാമത്തെ ദിവസം അല്ലാഹു എന്ത് ചെയ്യാണ്? ഒരു മലക്കിനെ പറഞ്ഞേക്കും. എന്നിട്ട് മലക്ക് എന്ത് ചെയ്യും? ഐ ഖദ്ദറ അജലഹു വറിസ്ഖഹു വഅമലഹു വശഖീയുൻ ഔ സഈദുൻ. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ഫഖദ്ദറഹു എന്ന് പറഞ്ഞാൽ. എന്താ ഫഖദ്ദറഹു എന്ന് പറഞ്ഞാൽ? എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി. അല്ലാഹു അവനെ സൃഷ്ടിച്ചു, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു, അല്ലേ? അവനെ ഗർഭാശയത്തിൽ വളർത്താണ്. അവനെ ഒരു തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നൽകി അവനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത് മാത്രമല്ല, അവൻ എന്ത് ചെയ്തു? ഫഖദ്ദറഹു അവനെ വ്യവസ്ഥ ചെയ്തു. എന്നിട്ട് അവനെ കണക്കാക്കി. ആ കണക്കാക്കിയത് എന്താ? അവന്റെ അജല്, അവന്റെ അവധി, അവന്റെ റിസ്ഖ്, അവന്റെ ഭക്ഷണം, അവന്റെ അമല്, അവന്റെ പ്രവർത്തികൾ, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, ഇതൊക്കെ അല്ലാഹു എന്ത് ചെയ്തു? കണക്കാക്കി. മനസ്സിലായില്ലേ? ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയും, ഈ ആയത്ത് അഹങ്കാരത്തിനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണെന്നാണ്. അഹങ്കാരികളായ ആളുകൾ അവരെ തന്നിലേക്ക് നോക്കിയാൽ മതി. അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമ്മൾ ദുർബലരാണ്. കാരണം എന്താ? നമ്മുടെ തുടക്കം എങ്ങനെയാ? തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാൻ മനുഷ്യനൊന്നുമില്ല എന്ന് ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവൻ എളുപ്പമാക്കി കൊടുത്തു. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പിന്നെ സബീൽ എന്ന് പറഞ്ഞ വഴി എന്നാണ്. പിന്നെ വഴി യസ്സറഹു, യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കി. യസ്സറഹു അവൻ എളുപ്പമാക്കി. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ثم السبيل يسره قال ابن عباس وفي روايه عطاء وقتاده والسدي. അതേപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം പറയും യസ്സറഹു ലിഖുറൂജി മിൻ ബത്നി ഉമ്മിഹി. മനുഷ്യനെ അവനെ അല്ലാഹു എന്ത് ചെയ്തു? അവന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാ? ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്,
അല്ലേ? അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവൻ വളരുകയാണ്. അങ്ങനെ വളർന്ന് അവൻ പുറത്തു വരേണ്ട സമയമാകുമ്പോൾ അവന് പുറത്തേക്കുള്ള വഴി, അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി. അതാണ് ഒരു വീക്ഷണം. ഒരു പറ്റം പണ്ഡിതന്മാർ പറയാം, അള്ളാഹു ഈ ആയത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സുമ്മ സബീല യസ്സറഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി എളുപ്പമാക്കി. എന്നാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, യസ്സറഹു ലിതുരീഖിൽ ഖൈരി വശർ, അള്ളാഹു എളുപ്പമാക്കിയത് നന്മയുടെയും തിന്മയുടെയും വഴിയാണ്. ഇവിടെ നന്മയുടെ വഴി കാണിച്ചെന്നു, തിന്മയുടെ വഴി കാണിച്ചെന്നു, അതൊക്കെ എളുപ്പമാണ്, അത് എളുപ്പമാക്കിയിട്ടുണ്ട്. അഥവാ അത് വിശദീകരിച്ചു തന്നു, തെളിവുകളുടെ അടിസ്ഥാനം. ഇന്ന ഹദൈനാഹു സബീല ഇന്ന ഹദൈനാഹു സബീൽ, വഴി എന്ത് ചെയ്തു പടച്ചോൻ കാണിച്ചു തന്നു. വഹദൈനാഹു നജ്ദൈൻ, ഇങ്ങനെ നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ അല്ലാഹു എന്ത് ചെയ്തു വരച്ച് കാണിച്ചു. എന്നിട്ട് മനുഷ്യന് ചോയ്സ് കൊടുത്തു, ഏതും തിരഞ്ഞെടുക്കാം. പക്ഷെ തിരഞ്ഞെടുത്താൽ എന്താ സംഭവിക്കുക എന്ന് അള്ളാഹു അവനെ ഓർമ്മപ്പെടുത്തി. നന്മയുടെ വഴി തിരഞ്ഞെടുത്താൽ സ്വർഗം, തിന്മയുടെ വഴി തിരഞ്ഞെടുത്താൽ നരകം, അല്ലേ? അത് ഓർമ്മപ്പെടുത്തി. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, അവന് രണ്ട് അഭിപ്രായങ്ങൾ എടുത്താൽ രണ്ടും ശരിയാണ്, അഭിപ്രായ വ്യത്യാസം പെടേണ്ട ആവശ്യമില്ല. ഒന്ന്, മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എളുപ്പമാക്കി, അല്ലെങ്കിലോ നേരായ വഴി, അതേപോലെ തന്നെ തെറ്റിൻ്റെ വഴി, ഇതൊക്കെ അള്ളാഹു രണ്ടും നമുക്ക് എന്ത് ചെയ്യാം അവിടെ മനസ്സിലാക്കാം. എന്നാൽ അള്ളാഹു പറഞ്ഞു, സുമ്മ അമാതഹു ഫഅഖ്ബറ, സുമ്മ അമാതഹു ഫഅഖ്ബറ, സുമ്മ പിന്നെ അമാതഹു അവനെ നാം മരണപ്പെടുത്തി, അവനെ മരിപ്പിച്ചു. ഫഅഖ്ബറ എന്നിട്ട് അവനെ ഖബറിലാക്കി. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയാ, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ അവൻ്റെ നിഷേധം കാരണം. എന്നിട്ട് അവരോട് ചോദിക്കാം, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ. എന്തു നല്ല പ്രയോഗങ്ങളാണ്. എന്തിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്? എങ്ങനെയാണ്? അവനെ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അവനെ കണക്കാക്കി, അവനെ റിസ്ക്, അവൻ്റെ അജൽ, ഇതൊക്കെ തീരുമാനിച്ചു. അവനെ വളർച്ചയുടെ അവൻ്റെ ഗർഭാശയത്തിലെ കാലഘട്ടം പൂർത്തിയാകും അവിടുന്ന് പുറത്തേക്ക് വരാനുള്ള വഴി എളുപ്പമാക്കി കൊടുത്തു. എന്നിട്ടോ അവൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ വന്ന് അവന് ജീവിക്കാനുള്ള എല്ലാം പടച്ചോൻ ചെയ്തു കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും, വായുവുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടോ അവൻ്റെ അജലെത്തുമ്പോൾ, അവൻ്റെ അവധി എത്തുമ്പോൾ, സുമ്മ അമാതഹു പിന്നെ നാം അവൻ എന്ത് ചെയ്തു? മരണപ്പെടുത്തും, അവനെ മരിപ്പിക്കും. ആ മരണത്തിന് ശേഷം ഫഅഖ്ബറഹു അവനെ നാം എന്ത് ചെയ്യും? അവനെ ഖബറിലാക്കുകയും ചെയ്തു. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ സുമ്മ അമാതഹു പിന്നെ നാം അവനെ മരിപ്പിച്ചു എന്നാണ്. മരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഭൂതകാല ക്രിയയാണ് പ്രയോഗിക്കുന്നത്. മരിച്ചു, മരിപ്പിച്ചു. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇത് പ്രയോഗിച്ചത്? മരിക്കുമെന്ന് ഉറപ്പാണ്, അതിൽ സംശയമല്ല. മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് എന്ന് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ പഠിപ്പിച്ചത്. മരിക്കും, ഖബറിൽ പോയി കിടക്കേണ്ടി വരും. ഇതൊക്കെ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ലോകത്തൊരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാണ്. മനുഷ്യനെ അള്ളാഹു ആദരിക്കണം. മനുഷ്യൻ്റെ മരണത്തിൻ്റെ ശേഷം അവൻ്റെ മയ്യത്ത് മറമാടണം, ഖബറിലാക്കണം. അത് അവനുള്ള ആദരവാണ്. ഇവിടെ പക്ഷികളും മൃഗങ്ങളും കൊത്തിത്തുന്ന അവസ്ഥയല്ലാതെ ആ മനുഷ്യൻ്റെ ശരീരത്തിനോട് ആദരവ് പ്രകടിപ്പിക്കണം. അത് നിഷേധിയാകട്ടെ, ആരാകട്ടെ, അവൻ്റെ മയ്യത്ത് അവനെ നാം എന്ത് ചെയ്തു? അവനെ മരിപ്പിക്കും, അവനെ ഖബറിലാക്കണം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി പടച്ചോൻ. എല്ലാവരും, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും, മതനിഷേധികളായ ആൾക്കാരും, അവർ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു? അവർ ഖബറിലാക്കും, അല്ലേ? അതിൽ ശരിയായ രീതി എന്താ? ഖബറിലാക്കലാണ്. കത്തിക്കാനൊന്നും ഇസ്ലാമിൽ തെളിവില്ല, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല. എന്നല്ല പറഞ്ഞു, സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പം നമ്മളെ മനസ്സിലുണ്ടാക്കണം, മനുഷ്യൻ്റെ തുടക്കം അവിടുന്ന് അള്ളാഹു എന്ത് ചെയ്തു? വളർത്തിക്കൊണ്ടുവന്നു. അജലും റിസ്ക്കും ഒക്കെ തീരുമാനിച്ചു. അവന് പുറത്തേക്ക് വരാനുള്ള വഴി എളുപ്പാക്കി. എന്നിട്ട് അള്ളാഹു അവനെ മരിപ്പിച്ചു, അവനെ ഖബറിലാക്കി. ആ ഖബറിൽ നിന്ന് സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. സുമ്മ ഇദാ ശാഅ, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ അൻശറഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മനസ്സിലായില്ലേ? ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അത് ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യന് ജനനമുണ്ട്, ജനിച്ചവൻ മരിക്കും. മരിച്ചാൽ വീണ്ടും അവൻ പുനരുദ്ധാനമുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കും. അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമാണ്. പുനരുദ്ധാനം വേണമെന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന നന്മകളുടെ തിന്മകളുടെ ഫലം
അത് ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് ഖിയാമത്ത് നാള്, അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. അല്ലാഹു പറഞ്ഞു വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിങ്കലേക്ക് എന്ത് ചെയ്യും? കുതിച്ചു ചെല്ലുന്നതാണ്. കാഹളത്തിൽ ഊതുമ്പോൾ എന്ത് ചെയ്യും? ഖബറുകളിൽ നിന്ന് മനുഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. അള്ളാഹു പറയുന്നുണ്ട്, അവൻ നമുക്കൊരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചവൻ മറന്നു കളയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവർക്ക് ജീവൻ നൽകുന്നത്? മുശ്രിക്കുകളായ ആളുകൾ നബിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നബിയെ, ഈ മനുഷ്യന്റെ ശരീരം ദ്രവിച്ച് എല്ലുകളായി തീർന്നാൽ പിന്നെ എങ്ങനെയാ അവരെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹു പറയുന്നുണ്ട്, ആദ്യത്തെ തവണ മനുഷ്യൻ ഉണ്ടാക്കിയതാരാ? ഒന്നാമത്തെ തവണ പടച്ചവൻ ഉണ്ടാക്കിയത് ആ റബ്ബിനാണോ? പിന്നെ അവനെ വീണ്ടും ഉണ്ടാക്കാൻ പണി എന്ന് അള്ളാഹു മറുപടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്യും? അവനെ അള്ളാഹു മരിപ്പിക്കും, എന്നിട്ട് ഖബറിലാക്കും. എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവനെ എഴുന്നേൽപ്പിക്കും, പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കല്ലാ ലമ്മാ യഖ്ളി മാ അമറ, കല്ലാ ലമ്മാ യഖ്ളി മാ അമറ. അങ്ങനെ വേണ്ട, അവനോടവൻ കൽപ്പിച്ചതവൻ നിർവഹിച്ചില്ല. അങ്ങനെ വേണ്ട, അവനോട് അള്ളാഹു കൽപ്പിച്ചതവൻ നിർവഹിച്ചില്ല. എന്താ പറയുന്നത്? അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചത് എന്താ? അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചത് അവനെ ആരാധിക്കാനാണ്, അവനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്ത് ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അല്ലെങ്കിൽ ഈ ആയത്തിനർത്ഥം എന്താ? ആ നിഷേധം വേണ്ട. അഥവാ ഇതിന്റെ തൊട്ട് മുകളിൽ ആയത്തിൽ പറഞ്ഞത് എന്താ? സുമ്മ ഇദാ ശാഅ അൻശറ, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞല്ലോ. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല എന്നാണ് ചില ആളുകളുടെ വിശ്വാസം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, അങ്ങനെ നിങ്ങൾ നിഷേധിക്കേണ്ടതില്ല. അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നില്ല എന്ന നിങ്ങളുടെ വിശ്വാസം ശരിയല്ല, അത് നടക്കാൻ പോവുകയാണ്. കല്ലാ ലമ്മാ യഖ്ളി മാ അമറ, അങ്ങനെയല്ല, വേണ്ട, അവൻ നിർവഹിച്ചില്ല, അവനോട് കൽപ്പിച്ചത്. അഥവാ അള്ളാഹു എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, ഫൽയൻദുർ എന്നാൽ നോക്കിക്കൊള്ളട്ടെ, അൽ ഇൻസാൻ മനുഷ്യൻ, ഇലാ തആമിഹി അവന്റെ ഭക്ഷണത്തിലേക്ക്. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്ന സബബിനൽ മാഅ സബ്ബ, അന്ന സബബിനൽ മാഅ സബ്ബ, അന്ന സബബിന നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത് അൽ മാഅ വെള്ളം, സബ്ബ ഒരു ചൊരിക്കൽ, അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കാരണം എന്ത് ചെയ്തു? ഇവിടെ സസ്യങ്ങൾ ഉണ്ടാകുകയാണ്. അതായത് നാം വെള്ളം ഒരു ചൊരിച്ചു കൊടുത്തിരിക്കുന്നു. ആകാശത്ത് മഴ വർഷിക്കാണ്, മഴ നൽകണം അല്ലാഹു സുബ്ഹാനഹു വ തആല. സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, പിന്നെ ഭൂമിയെ നാം ഒരു പിളർത്തി. സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, പിന്നെ ഭൂമിയെ, സുമ്മ ശഖഖന, പിന്നെ നാം പിളർത്തി, അൽ അർള ഭൂമിയെ, ശഖ്ഖ ഒരു പിളർത്തൽ. അപ്പൊ എന്താ ഈ ആയത്തിൽ എന്താ പറയുന്നത്? മനുഷ്യൻ അവന്റെ തആമിലേക്ക്, അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. എങ്ങനെ ഈ ഭക്ഷണം ഉണ്ടായത്? അന്ന സബബിനൽ മാഅ സബ്ബ, അല്ലാഹു എന്ത് ചെയ്തു? ഉപരിലോകത്തിന് പടച്ചോൻ, ആകാശലോകത്തിന് പടച്ചോൻ എന്ത് ചെയ്തു? മഴ നൽകി. ആ മഴ കാരണം മഴ ഭൂമിയിലേക്ക് പതിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, ഭൂമിയെ അല്ലാഹു എന്ത് ചെയ്തു? പിളർത്തി. അങ്ങനെ ഭൂമിയെ പിളർത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു. ഭൂമിയെ പിളർത്തി, അല്ലേ? ഭൂമിയെ പിളർത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ നേർത്ത തൈകൾ പുറത്തേക്ക് വരികയാണ്. അതൊരു അത്ഭുതമാണ്, നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. അങ്ങനെ എന്ത് ചെയ്തു? ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ അതിൽ നിന്ന് നാം ധാന്യം മുളപ്പിച്ചു. ഫഅംബത്ന നാം മുളപ്പിച്ചു, ഫീഹാ അതിൽ, ഹബ്ബ, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. വഇനബൻ വഖദബ, വഇനബൻ വഖദബ മുന്തിരിയും അതേപോലെ തന്നെ പച്ചക്കറിയും. ഐനബ് മുന്തിരി, വഖദബ എന്ന് പറഞ്ഞാൽ പച്ചക്കറി, ഇലക്കറി. ഈ പച്ചയായി മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന എല്ലാ പച്ചക്കറി ചെടികൾക്കുമാണ് പൊതുവിൽ ഖദബ എന്ന് പറയാം. നമ്മൾ പച്ചക്കന്നെ, ഇപ്പോൾ പച്ചക്ക് തന്നെ കഴിക്കുന്ന ഖിയാറ് പോലെയുള്ള, പിന്നെ നമ്മൾ പച്ചക്കന്നെ ഇപ്പോൾ ക്യാരറ്റ് അതേപോലെ അങ്ങനെയുള്ള വസ്തുക്കൾ പച്ച ഭൂമിയിൽ നിന്ന് നമുക്ക് പറിച്ചെടുത്ത് വേവിക്കാതെ പച്ചക്ക് തന്നെ തിന്നാൻ പറ്റുന്ന പിന്നെ വിഭവങ്ങൾ, അതിനെയാണ് ഖദബ എന്ന് പറയുക. വഇനബൻ വഖദബ മുന്തിരി, അതേപോലെ തന്നെ വഖദബ പച്ചക്കറി അഥവാ ഇലക്കറികളും അങ്ങനെയുള്ള
കഴിക്കാൻ പറ്റുന്നതും. വസൈത്തൂനൻ വനഖില, വസൈത്തൂനൻ സൈത്തൂൻ ഒലീവ്, അതേപോലെ തന്നെ നഖില ഈത്തപ്പനയും. മനുഷ്യനോടല്ല പറയാ, നീ നിന്റെ ധാന്യത്തിലേക്കൊന്ന് നോക്കൂ. ആ ധാന്യം എങ്ങനെ ഉണ്ടായത്? പടച്ചോൻ മഴ വർഷിപ്പിച്ചു, ഭൂമിയെ പിളർത്തി, അതിലൂടെ എന്ത് ചെയ്തു? ധാന്യങ്ങൾ ഉണ്ടായി, അതിലൂടെ ചെടികൾ മുളച്ചു, സസ്യങ്ങൾ ഉണ്ടായി. ആ സസ്യങ്ങളിൽ എന്തൊക്കെയുണ്ട്? ഐനബുണ്ട്, മുന്തിരിയുണ്ട്, ഖളബുണ്ട്, നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളുണ്ട്, സൈത്തൂനുണ്ട്, ഈത്തപ്പനയുണ്ട്, വഹദായിക ഗുൽബ, വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്, വഫാകിഹതൻ വഅബ്ബ, പഴവർഗ്ഗങ്ങളും മേച്ചിൽ പുല്ലുകളുമുണ്ട്. ഫാക്കിഹത്ത് പഴവർഗ്ഗങ്ങൾ, അബ്ബ എന്ന് പറഞ്ഞാൽ മേച്ചിൽ പുല്ല്. അപ്പൊ ഇവിടെ ഈ ലോകത്ത് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾക്ക് പുല്ലാവശ്യമാണ്, അതാണ് അബ്ബ എന്ന് പറഞ്ഞാൽ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ അബ്ബ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല, അതറിയില്ല, അതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾ പറയാൻ പാടില്ല. നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഗവേഷണം നടത്തി പറയാൻ പാടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം മനസ്സിലായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുഫസ്സിറുകൾ പറയും, ഈ അബ്ബ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല. ഇപ്പൊ ഇതിൽ അബ്ബ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേച്ചിൽ പുല്ലാണെന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോ ഇത് പഠിക്കൽ, ഈ മേച്ചിൽ പുല്ലാണ് എന്ന് അറിഞ്ഞു വെക്കൽ നമ്മുടെ അഖീദന്റെ ഭാഗമൊന്നല്ല. ഒരാളിപ്പോൾ അത് അബ്ബ എന്നുള്ള പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അയാളുടെ പരലോകം നഷ്ടപ്പെടുന്ന വിഷയമൊന്നുമല്ല. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. ശരി, എന്നാൽ അല്ലാഹു പറഞ്ഞു മതാഅൻ ലക്കും വലിയ അൻആമിക്കും, മതാഅൻ ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. ഏത്? ഈ ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ, ആ തോട്ടങ്ങളിൽ നമുക്ക് ഉപകാരമുണ്ട്. കന്നുകാലികൾക്ക് ആവശ്യമുള്ള എന്തുണ്ട്? സസ്യങ്ങൾ ആവശ്യമുണ്ട്, പുല്ലാവശ്യമുണ്ട്, അതുമുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കണം, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? നമ്മൾ ആദ്യം കേട്ട ആയത്താണ് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. നമ്മൾ വല്ലാതെ പേടിക്കേണ്ട ഒരു ആയത്താണ് അല്ലെ. മനുഷ്യൻ അവൻ ശാപത്തിന് വിധേയനാണ്, ശപിക്കപ്പെടലെ, കൊല്ലപ്പെടട്ടെ. എന്തുകൊണ്ടാണ്? അവൻ്റെ നിഷേധംകാരനാണ്. അപ്പം നമ്മൾ നിഷേധിയാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആൾക്കാരാകണം, നിഷേധ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹു നമ്മുടെ നിസ്സാരത ബോധ്യപ്പെടുത്തി. നമ്മൾ ആരാ? നമ്മളൊന്നുമല്ല. നമ്മൾ തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് നമ്മളെ തുടക്കം. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? നമ്മളെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ വളരെയാണ്. അജലും രിസുക്കൊക്കെ പടച്ചോൻ നിശ്ചയിച്ചു. സമയമായപ്പോൾ എന്ത് ചെയ്തു? പടച്ചോൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ വഴി അള്ളാഹു എളുപ്പാക്കി തന്നു അല്ലേ. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ആ സൗകര്യങ്ങളാണ് അവസാനം നമ്മൾ കേൾക്കുന്നത്. ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അതൊക്കെ ഒരുക്കിയിട്ട് പടച്ചോൻ എന്ത് ചെയ്തു? സമയമായപ്പോൾ അള്ളാഹു മരിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു ഖബറിൽ കൊണ്ടുപോയി വെച്ചു. അള്ളാഹ് വെച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഖബറിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാൻ പോണ്ട. കല്ലാ ലമ്മാ യഖ്ളി മാ അമറ, അങ്ങനെ വേണ്ട. അവനോട് കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല. അതിനെ നിഷേധിക്കണ്ട, അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാണ്. അവൻ്റെ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ. ഒരു മഴ വർഷിക്കുകയും അതിലൂടെ ഭൂമിയെ പിളർത്തുകയും അങ്ങനെ എന്ത് ചെയ്തു? ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്തു. ആ ധാന്യങ്ങളിൽ നിന്ന് മനുഷ്യന് ഉപകാരമുള്ള ഐനബുണ്ട്, ഖളബുണ്ട്, സൈത്തൂനുണ്ട്, നഹരുണ്ട്, അതേപോലെ തന്നെ ഫവാക്കിഹകളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, അബ്ബയുണ്ട്, മേച്ചിൽ പുല്ലുണ്ട്, അതിൻ്റെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള. അതേപോലെ തന്നെ ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു നൽകി. ഇതൊക്കെ നൽകി. ഇതെല്ലാം നൽകിയിട്ടും മനുഷ്യൻ നന്ദികേട് കാണിക്കണം. ആ നന്ദികേട് കാണിക്കുന്ന മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറെ ഭയങ്കരമായ, മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭാഗങ്ങൾ വളരെ കുറച്ച് ആയത്തുകളുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് തന്നെ ഈ അധ്യായം അതിൻ്റെ ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യുക? കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ ഒരിക്കലും നിഷേധിയാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആൾക്കാരാവണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീന് ദഅവത്ത് നടത്തുന്ന ആൾക്കാരാവണം.
ആളുകളോട് നന്നായി പെരുമാറുന്ന ആൾക്കാരാകണം. നമ്മുടെ സ്വഭാവ രംഗത്ത് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ തുടക്കത്തിലുണ്ട്. പ്രബോധനത്തിൻ്റെ ഗൗരവം തുടക്കത്തിലുണ്ട്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കണമെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.